ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ എണീച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോറടിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഗാർഡനിങ് പോലെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാതെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം, മറക്കരുത്. ചെയ്തേക്കണോ, പാവമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാമേ. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ എൻ്റെ വീട്ടിൽ ചെടികളുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അധികം ചെടികളിലെന്ന് പറയാനൊന്നും ഇല്ല, കാരണം കുറേയൊക്കെ കരിഞ്ഞു പോയി. പിന്നെ ഇത് ഊഞ്ഞാലാണേ, മനസ്സിലായി കാണും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് ഓർക്കിഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ പൂ പിടിക്കുന്നുണ്ട്. പിന്നെ അധികം ചെടികളൊന്നുമില്ല ഈ വീട്ടിൽ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിനൊത്ത് പരമാവധി നടാനും നോക്കുന്നുണ്ട്. ഇത് റോസയാണ്, കണ്ടാലറിയാൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പം റോസ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. വല്ലപ്പോഴും പിടിക്കും. ഒരു വട്ടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് പൂക്കളൊന്നും കാണത്തില്ല. പിന്നെ പൂക്കളൊക്കെ അത്യാവശ്യം കുറച്ച് ദിവസം നിൽക്കും, പോകുമ്പോൾ ഒരു വിഷമവും. ചെമ്പരത്തി ഇപ്പം ട്രെൻഡിങ് ആണല്ലോ അല്ലേ. പിന്നെ 10 മണി, മുമ്പ് എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ 10 മണിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കളറുകൾ, വെറൈറ്റി തട്ടും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കളറിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആമ്പലാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരുമാതിരി ഒരു വയലറ്റ് കളറായിരുന്നു, പക്ഷേ ഇപ്പം വന്ന് വെളുത്ത് അതൊരു വെള്ള ആമ്പലായി മാറിയിരിക്കുന്നു. പിന്നെ എവിടേക്കോ ചെറിയൊരു നീല നിറമുണ്ട്. ഇതിൻ്റെ പേര് സീനിയ എന്നാണ്, സീനിയ. ഇതും ഒരുപാട് വെറൈറ്റീസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി. പിന്നെയെന്ന് പറയാൻ ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ തെറ്റി, അതിൻ്റെ ബാക്കിൽ തെറ്റിയുണ്ട്. മെലസ്റ്റോമ നേരിട്ട് കാണാൻ പിന്നെ കൊള്ളാം, ക്യാമറയിൽ അത്ര ഇതില്ല. പിന്നെ കുറച്ച് ചെടികളുള്ളൂ. പിന്നെ ഉള്ളതിൽ ഭൂരിഭാഗവും കരിഞ്ഞുപോയി. പിന്നെ അത്ര വൃത്തിയൊന്നും ഇല്ല, അത് വേറൊരു കാര്യമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വീടാകുമ്പോൾ കാണാമല്ലോ. പിന്നെ ഓർക്കിഡുകളാണ്. പിന്നെ എനിക്ക് ചിലതിൻ്റെ പേരാണ് ഇവിടെ 10 മണി. എൻ്റെ അമ്മ രണ്ടാമതും നട്ട് പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് വെയിൽ കൂടിപ്പോയാലും നശിച്ചു, മഴ പെയ്താലും നശിച്ചു. ഓക്കെ. പിന്നെ റോസയാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കും, പിന്നെ കുറേ നാൾ പൂവ് കാണത്തില്ല, അങ്ങനെയാണ്. തെറ്റി മെലസ്റ്റോമ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല പൂവ്, പക്ഷേ ഇത് ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഒരു ഇതില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഈ തെറ്റിയുണ്ട്. തുളസി എത്ര നട്ടുപിടിപ്പിച്ചാലും ആദ്യം ഒന്നും വളരാൻ മുകളിൽ തുളസി തറ കണക്കത്തൊരു സംഭവം. പിന്നെ ശംഖുപുഷ്പമാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനിങ്ങിനാണ് നല്ല രസമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ എല്ലാം കരിഞ്ഞിരിക്കുവാണ്. അല്ലെങ്കിലും ഞാൻ തിരിവൊന്ന് ചാടായാൽ ഈ വീട്ടിൽ ചെടിയൊന്നും നോക്കാൻ ആരുമില്ലല്ലോ അല്ലേ, ഞാൻ തന്നെ ഇറങ്ങണം. ഏതായാലും ഇനി മുതൽ എൻ്റെ ചെടികളെയും എൻ്റെ വീഡിയോയും നിങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ ഏതായാലും ഇനി മുതൽ ഇങ്ങനത്തെ ഓരോരോ കലവില പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു കാര്യം മറന്നുപോയി കാണിക്കാൻ ഇപ്പോഴാണ് ഓർമ്മിച്ചത്. ഇത് കണ്ടോ, ഇത് ഇപ്പം ഇതിനകത്ത് സാധനമൊന്നുമില്ല, മനസ്സിലായോ? ഇത് ആണ് നമ്മൾ മറന്നുപോയി, ഫ്രാഷൻ ഫ്രൂട്ട്. യെസ് ആണെന്ന് തോന്നുന്നു, തന്നെ തോന്നുന്നു, തന്നെ. ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് നല്ലവണ്ണം പൂവും കായൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ ആയപ്പോൾ അത് കേടായി, ഇപ്പം ഒന്നും പിടിക്കുന്നില്ല. ഓക്കെ, അത്യാവശ്യം കുറച്ച് കായൊക്കെ കിട്ടിയിട്ടുണ്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പ് ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇടാം. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അത്രേ പറയാനുള്ളൂ. പിന്നെ
സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടല്ലോ, ചെയ്തേക്ക്. പാവമല്ലേ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഇനിയും വീഡിയോ വേണമെങ്കിൽ ഇടും, വേണ്ടെങ്കിലും ഞാനിടും ഉറപ്പായിട്ടും.